ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വീഡിയോ ആണ്. ഒരു ഓണം ലുക്ക്, ഓണം ഗെറ്റ് റെഡി വീഡിയോ ആണ്. ഞാൻ ചെയ്യണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ലൈവിൽ വന്ന് പറഞ്ഞത്. എന്നെ ലൈവിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു ഒരു ഓണം ലുക്ക് ചെയ്യൂ, ഓണം ഗെറ്റ് റെഡി വീഡിയോ ചെയ്യെന്ന് പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെ ഒന്ന് ചെയ്യാലോ, ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതിന് മുൻപ് ഒരു വീഡിയോ ഗെറ്റ് റെഡി ചെയ്തിട്ടുണ്ട്, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം ഞാനിതാ ഈ സാരിയാണ് കൊടുക്കുന്നത്, സെറ്റ് മുണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇതാ ഈ കളറാണ് ബ്ലൗസ്. അപ്പം ഞാൻ സാരി കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ സാരി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് മുണ്ട് എടുത്ത് കഴിഞ്ഞു. ഈ സെറ്റ് മുണ്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സാരിനേക്കാൾ എനിക്കിഷ്ടം സെറ്റ് മുണ്ടാണ്. അപ്പോൾ അതാ നിങ്ങൾ സെറ്റ് മുണ്ട് എടുത്ത് നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾ പറയണ അഭിപ്രായം കേട്ടോ. കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ഇനി മേക്കപ്പ് ചെയ്യാൻ പോകാം. അപ്പോൾ അത് സാരി കൊടുത്ത് സെറ്റായി. ഇനി നമുക്ക് ഫേസിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഫേസിൽ കാര്യമായിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ അത് ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് പിരികനൊന്ന് ഐബ്രോ കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഐബ്രോ പെൻസിലും കൊണ്ട് പിരികനൊന്ന് ടച്ച് ചെയ്താൽ ഒന്നും കൂടി ഫേസിനൊരു വെട്ടാണ് കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിരിക്കണത്. ഒരുവിധം എല്ലാവരും എത്ര കട്ടിയുള്ള പിരികനാണെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താലേ അതൊരു ലുക്ക് വേറെയാണ് കേട്ടോ. പിന്നെ എൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്ന ഇതാണ് ഡോട്ട് ആൻഡ് കീ ആണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഏകദേശം 1 വർഷമൊക്കെ കഴിഞ്ഞു ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. സ്കിന്നൊക്കെ നല്ല ഒരു ഗ്ലോ കിട്ടും. പിന്നെ നമ്മുടെ ബ്ലാക്ക് മാർക്കുകൾ, അങ്ങനത്തെ ഡാർക്ക് സ്പോട്ടുകളെല്ലാം അതെല്ലാം മാറുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതിപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ പുതിയത് വാങ്ങിയതാണ്. എന്തായാലും കഴിയില്ല, ഈ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇതിട്ടാൽ തന്നെ ഫേസ് എനിക്ക് എന്തോ ഒരു നല്ലൊരു ഒരു ഫേസിനൊരു ഫിനിഷിങ് ടച്ച് കിട്ടുന്ന പോലെയാണ്. പിന്നെ ഇപ്പം എനിക്ക് ജോലൈനൊന്നുമില്ല. ജോലൈനൊക്കെ ഇപ്പം ഇങ്ങനെ ആയി വരുന്നു. കുറച്ച് എന്തൊക്കെ ഫേസ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെക്കൻഡ് ഡെലിവറി ആയപ്പോൾ നന്നായിട്ട് തടിയൊക്കെ വെച്ചു. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ബാക്കി കാര്യങ്ങൾ. തടി ഉള്ളവർക്കറിയാം തടി ഉള്ളതിൻ്റെ സങ്കടം എന്താണെന്ന്. ഇപ്പം എനിക്ക് എൻ്റെ ഈ തടിയിൽ ഞാൻ ഓക്കെയാണ്, എനിക്ക് പാകത്തിനുള്ള വണ്ണാണ്. പക്ഷെ എന്നാലും കുറച്ച് ജോലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ചിന്നൊക്കെ ഒന്ന് പോയി അതിൻ്റെ ഒരു കുറച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാവും എന്നുള്ളത് അറിയില്ല. എന്തായാലും ശരിയായാൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അടുത്തിടാൻ പോകുന്നത് സൺസ്ക്രീനാണ്. ഫോക്സ്ടെയിലിൻ്റെ സൺസ്ക്രീനാണ്. ഇതൊരു 3-4 ബോട്ടിൽ ഞാൻ വാങ്ങിക്കഴിഞ്ഞു. 3-4 ട്യൂബ്. നല്ല ഇതാണ്, അതായത് നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ ഫോക്സ്ടെയിൽ. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുക ഡോക്ടർ ഷീറ്റിൻ്റെയാണ്. പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ. എല്ലാവരും സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം പുറത്തേക്കൊക്കെ പോകുമ്പോൾ. നമ്മളതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു മേക്കപ്പ് കിറ്റ് എന്നൊന്നും പറയാനേ പറ്റില്ല. മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, അത് മസ്റ്റാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന്. ഞാൻ കുറേ മുന്നൊന്നും ഇത് യൂസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇത് കുറേ മുന്നേ ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് എൻ്റെ സ്കിന്നിന് പല ഡാമേജുകൾ വന്നിട്ടുണ്ട്. വീഡിയോയിൽ എന്തെങ്കിലും അപാകതയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ ഓണം ലുക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടാവും. നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, സഹകരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ഇടുക. അപ്പം തന്നെ ആ ഫേസിനൊരു ഫിനിഷിങ് ടച്ച് കിട്ടിയില്ലേ. നമ്മൾ എന്ത് സാധനം അപ്പം അതായത് അടുപ്പിച്ചടുപ്പിച്ച് ഫേസിലിടരുത്. മോയ്സ്ചറൈസർ ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇടുക. സൺസ്ക്രീൻ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി നിങ്ങൾക്ക് ഓക്കെ ആയി തോന്നിയാൽ പിന്നെ ഇപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവർക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. അല്ല പൗഡർ ആണെങ്കിൽ പൗഡർ. ഞാൻ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ അല്ലാണ്ട് വേറെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വിചാരിക്കും ഒന്ന് എന്തെങ്കിലും ഇവിടെ ഈ എൻ്റെ കണ്ണിന് ചുറ്റും ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അതൊന്ന് കവർ ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വിചാരിക്കും. പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല ഇങ്ങനത്തെ മേക്കപ്പിനേക്കാൾ. എനിക്കിപ്പോൾ ബേസിക് മേക്കപ്പ് മാത്രമേ അറിയൂ. ഞാൻ ചെയ്യുന്ന സിമ്പിൾ മേക്കപ്പാണ് ഞാനിപ്പോൾ ഓണം ലുക്കിൽ കാണിക്കുന്നത്. ഇങ്ങനെയാണ് നോർമലി ഞാൻ മേക്കപ്പ് ചെയ്യുക. പുറത്ത് പോകുമ്പോഴാണെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ മേക്കപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ അക്കൂസിൻ്റെ പൗഡറാണ് കേട്ടോ, ഹിമാലയയുടെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
ഹരിക്കുട്ടനും ഹിമാലയനെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പം മുതൽ ഇതന്നെയാണ് കേട്ടോ എല്ലാവരും വീട്ടിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് പൗഡറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പൗഡർ യൂസ് ചെയ്യുന്നവർ മാത്രം ഇട്ടാൽ മതി. ചിലവർക്ക് പൗഡർ അലർജി ഉണ്ടാവും, അങ്ങനെയുള്ളവരൊന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. എനിക്ക് പൗഡറൊന്നും വലിയ കുഴപ്പമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് പൗഡർ ഇട്ടു. പൗഡർ ഇട്ടുകൊണ്ട് നമുക്ക് ഇനി ഐലൈനർ എഴുതാം കേട്ടോ. ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. അപ്പം ഞാനത് കണ്ണാടി നോക്കിയിട്ട് എഴുതട്ടെ കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ലേ. ഇപ്പം ഞാൻ മുകളിൽ എഴുതി കഴിഞ്ഞു. ഇത് താഴെ എഴുതണം കേട്ടോ. ഞാൻ താഴെ എഴുതി. ഈ കണ്ണിലും കൂടി ഒന്ന് താഴെ എഴുതട്ടെ. എനിക്ക് ഐലൈനറൊക്കെ എഴുതുമ്പോൾ കൈ വിറക്കിട്ടോ. അത് ഇപ്പോഴല്ല, എപ്പോഴും അങ്ങനെയാണ്. വല്ല പൂച്ചേനെ കൊന്നാലല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ കൈ വിറക്കിയ. ഞാൻ പൂച്ചേനൊന്നും കൊന്നിട്ടില്ല, പക്ഷെ എന്നാലും എൻ്റെ കൈ വിറക്കി. അപ്പം ഞാൻ കണ്ണെഴുതി കഴിഞ്ഞു. മുകളിൽ താഴെ ഐലൈനർ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടച്ചു നോക്കട്ടെ. അപ്പം അതാ കണ്ണെഴുതി കഴിഞ്ഞു. കണ്ണെഴുതി കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ലുക്കാട്ടോ പെൺകുട്ടികളൊക്കെ കാണാൻ. പിന്നെ അതാ ലിപ് ലൈനറാണ്. ഇത് ഏതിൻ്റെ? സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ് കേട്ടോ ലിപ് ലൈനർ. നല്ല കളറാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കട്ടെ. ചെറുതായിട്ട് രാവിലെ ഫോട്ടോ എടുക്കണതിന് മുന്നേ ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ടായിരുന്നു, അത് പോയി. ലിപ്സ്റ്റിക്ക് എടുത്ത് ഇവിടെ എൻ്റെ അടുത്ത് മൊട്ടും ഉണ്ട് കേട്ടോ. മൊട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനും വരാം ആൻറ്റി പറഞ്ഞിട്ട് അവളും വന്നിരിക്കുന്നുണ്ട്. ഇത് ലിപ്സ്റ്റിക്ക് മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്. അതിൻ്റെ മാഴ്സ് എന്ന് എഴുതിയത് പോയിരിക്കണു. എനിക്ക് തോന്നുന്നത് നമ്പർ 18 ആണ്. യെസ്, 80. ഇതാ കാണുന്നുണ്ടോ? നല്ല ഷെയ്ഡാണ്. എല്ലാവർക്കും സൂട്ടാവുന്ന, അതായത് എല്ലാ സ്കിൻ കളറിനും സെറ്റ് ആവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത് ഏകദേശം എൻ്റെ ഇത് കഴിഞ്ഞു തുടങ്ങി.
ഇതൊന്നൊരു തുണ്ടെടുത്തിട്ടില്ലേ, ഇങ്ങനെ കയ്യിൽ ലിപ്സ്റ്റിക്കിൽ തന്നെ ഇങ്ങനെ ഒരു തുണ്ടെടുത്തിട്ട് വേണമെങ്കിൽ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കാം കേട്ടോ. ഞാൻ വല്ല കല്യാണ ഫങ്ഷൻ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യുള്ളൂ. കണ്ണിൻ്റെ മുകളിൽ. പിന്നെ വേണമെങ്കിൽ ബ്ലഷ് ഇടുന്നവർക്ക് ബ്ലഷ് ഇടാം, പക്ഷെ ഞാൻ ബ്ലഷ് ഇടലില്ല കേട്ടോ. നമുക്കൊന്നും ബ്ലഷ് ഇട്ടാൽ സെറ്റ് ആവില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്കിനി മുടി കെട്ടാം കേട്ടോ. ഇനി മുടി കെട്ടുക പറഞ്ഞാൽ മുടി നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട്. ഒന്നാമത് ഫീഡിങ് ഒക്കെ ആയിരുന്നില്ലേ മോൻ, ഇപ്പോൾ ജസ്റ്റ് ഫീഡിങ് നിർത്തിയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി കറക്റ്റായി വരുമെന്ന് വിചാരിക്കാം. നല്ല തിക്നെസ്സൊക്കെ പോയി. എന്നാലും നമുക്ക് എന്താ ചെയ്യുക, മുടി ഉണ്ടായിട്ട് പോകുമ്പോൾ ഒരു സങ്കടമാണ്, ഇല്ലെങ്കിൽ പിന്നെ അത് ഇല്ല എന്നുള്ളൊരു ഇത് തന്നെയുള്ളൂ. അപ്പോൾ മുടി ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആലോചനയിലാണ്. കാരണം എപ്പോഴും ഒരേ ലുക്കാണ്. നോക്കട്ടെ എന്തായാലും. എനിക്കിവിടെ ഹെൽപ്പറെ കിട്ടി, അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇപ്പം മുടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ബാക്കിലേക്ക് ഇരിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് നോക്കട്ടെ കേട്ടോ. അത് സെറ്റ് ആവുകയാണെങ്കിൽ അങ്ങനെ കെട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി ഞാൻ കെട്ടുന്ന പോലെ തന്നെ ഞാൻ കെട്ടാം. നോക്കട്ടെ. ഞാൻ സാരി ലുക്കിലൊന്നും ഇങ്ങനെ ഇതുവരെ മുടി കെട്ടിയിട്ടില്ല. ചുരിദാറിൻ്റെ കൂടെയും പിന്നെ ലഹങ്ക അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ലുക്കിൽ. ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഈ ലുക്ക് പറഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിക്കൊക്കെ നല്ല മുടിയുള്ളവർക്കാണെങ്കിൽ ഓക്കെ. എനിക്ക് പണ്ടും നല്ല മുടി തിക്കുള്ള സമയത്തും എനിക്ക് ഫ്രണ്ടിൽ കയറിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ചെയ്യണമെന്നുള്ളൂ, നോക്കട്ടെ. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാനിത് അഴിക്കും. മുട്ടു ഇവിടെ നിന്നിട്ട് സെറ്റ് എന്ന് പറയുന്നുണ്ട്. മുട്ടു അങ്ങനെ പറയും, മുട്ടു. അപ്പം അതാ ഇങ്ങനെ ഇട്ടു. ഇത് സെറ്റാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ സ്ലൈഡ് കുത്തട്ടെ. ഒരു ഭാഗത്തേക്ക് ഞാനിത് സ്ലൈഡ് എടുത്ത് കുത്തി കഴിഞ്ഞു. ഇനി ഞാനിതാ ഈ ഭാഗം കൂടി ഒന്ന് നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ. മുട്ടു ഓക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കറിയില്ല. കാരണം എനിക്കിങ്ങനെ ഫോണിൽ കാണുമ്പോൾ നമുക്ക് വല്ലാണ്ട് അറിയില്ലല്ലോ. ഫോണിൽ നമ്മുടെ ഫേസ് എത്രത്തോളം ഫിനിഷിങ് ലുക്കാണെന്ന് അറിയില്ലല്ലോ. ഇവിടെ പിള്ളേരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ബാക്കിൽ. പരിക്കുട്ട സോറി കേട്ടോ, അതിൻ്റെ ഇടയിൽ ഇവിടെ പിള്ളേർ വന്ന് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. ഒന്ന് ക്ഷമിക്കണം എന്നോട്. ക്ലാസ് ഒന്നും ഇല്ലല്ലോ, മതി രണ്ടെണ്ണം. ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേരൊക്കെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഹരിക്കുട്ടിൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ അതാ ഇത്രയാണ് ഇത്. ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അഭിപ്രായം പറയണം. ഓക്കെ. ഇനി അടുത്തത് എന്താ ചെയ്യുന്നതെന്നറിയാം. എന്താ ഈ കയ്യിൽ ഞാൻ ഗോൾഡിൻ്റെ വള ഇട്ടിട്ടുണ്ട്. ഈ കയ്യിൽ ഇതാ 2 ഫാൻസി വള ഇടുകയാണ് കേട്ടോ. പിന്നെ ഇടാൻ പോകുന്നത് കമ്മലാണ്. എനിക്ക് ജിമിക്ക് കമ്മലിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്നെ ജിജുവേട്ടനാകെ ഒന്നും പറയാത്തൊരു കാര്യം, ഞാൻ കമ്മൽ വാങ്ങുമ്പോൾ ഒന്നും പറയില്ല. അതാണ് എൻ്റെ ഒരു ഭാഗ്യം. എൻ്റെ ഭർത്താവിന് അറിയാം എന്നെക്കുറിച്ച് കമ്മലിനോടൊരു വീക്ക്നെസ് ആണെന്നുള്ളത്. അപ്പം അതാ കമ്മലിട്ടു, സെറ്റായോ. ഇത് ഞാനിതാ ഈ ഒരു മാല, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ വാങ്ങിയത് എപ്പോഴാണെന്നറിയോ, അക്കൂസിൻ്റെ 28ൻ്റെ സമയത്ത് ജസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയതാണ്. 200-300 സംതിങ് ഉള്ളൂ കേട്ടോ ഈ മാലയ്ക്ക്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. കളറൊന്നും ഡിമ്മാവുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ.
ഇതാണ് ലുക്ക്, ഓണം ലുക്ക്. ഇനി അതാ ഇനി എല്ലാം ഓക്കെ. ഇനി ഞാൻ എൻ്റെ സിന്ദൂരം തൊട്ടേട്ടോ, അത് വിട്ടിട്ട് കളിയില്ല. അപ്പം അത് സിന്ദൂരം തൊട്ടോ. നമുക്ക് അടുത്തത് മുല്ലപ്പൂ ചൂടാം. അപ്പോൾ അതാ മുല്ലപ്പൂ നല്ല റേറ്റ് ആയിട്ടുണ്ട് കേട്ടോ, 40 രൂപയാണ്. അപ്പോൾ അതാ 2 മുഴമാണ് പൂ വാങ്ങിയത്. പൂ വെക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ. പൂ എങ്ങനെ വെക്കുക, പൂ ഇങ്ങനെ അടിയിൽ കൂടെ എടുത്ത് നമുക്ക് വെക്കാം. അത് പൂ നമ്മളിങ്ങനെ മുടിയുടെ അടിയിൽ കൂടെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഒരെണ്ണം കൂടെ എടുക്കാം. അപ്പോൾ ഇതാണ് ഓണം ലുക്ക്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. എൻ്റെ ലേശം കൊടുക്കുമ്പോൾ പൗഡർ ഇട്ട എല്ലാം കഴിഞ്ഞ് ഞാൻ എപ്പോഴും അതേട്ടാ, എവിടേക്ക് പോവുകയാണെങ്കിലും ഒരുങ്ങ എല്ലാം കഴിഞ്ഞ് ലേശത ഒരു തുണ്ടും കൂടി ഒന്ന് പൗഡർ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് നീറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ എനിക്ക് ലൈക്ക് തരണം. അതേപോലെ പുതിയ ആരെങ്കിലാണ് വീഡിയോസ് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഓണം ലുക്ക് എത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഒരു ഓണം ഗെറ്റ് റെഡി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ടാറ്റാ.